പ്രഭാതവന്ദനങ്ങൾ. സങ്കീർത്തനം 30:11 നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ നന്ദി പറയുവാനായിട്ട് പോവുകയാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോഴും കർത്താവ് നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തിട്ടുണ്ട്. നമ്മൾ പല സങ്കടത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും നമ്മളെ ദൈവം സന്തോഷം ഉടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കും, നമ്മുടെ പല അവസ്ഥകളിലും കർത്താവ് നമ്മളെ വിടുവിച്ച് നമ്മളെ മോചിപ്പിച്ച് ആക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നന്ദി പറയുകയാണ്. അതോ ഇപ്പോഴും നിങ്ങൾ സങ്കടക്കരയിലൂടെ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ഒരു വിലാപത്തിൻ്റെ അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ ഈ വചനം നിങ്ങൾ വിശ്വസിച്ചാട്ടെ. കർത്താവ് നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. കർത്താവ് നിങ്ങളുടെ സങ്കടത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും മാറ്റി നിങ്ങളൊരു വലിയ സന്തോഷം ഉടുപ്പിക്കുവാനായിട്ട് പോകുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഇന്ന് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്ത ഓരോ നന്മകൾക്കായിട്ടും, അങ്ങ് നടത്തുന്ന ഓരോ വിധങ്ങൾക്കായിട്ടും, അങ്ങയുടെ ഓരോ വഴികൾക്കായിട്ടും നന്ദി പറയുന്നു. ഞങ്ങളുടെ പല അവസ്ഥകളിലും അങ്ങ് ഞങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തിട്ടുണ്ട്. ഞങ്ങളുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇനിയും ഞങ്ങൾ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിലും കർത്താവ് ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റം കൊണ്ടുവന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളൊരു സന്തോഷത്തിൻ്റെ അവസ്ഥകളിലൂടെ അങ്ങ് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.